ശ്രദ്ധിക്കൂ, ഈ ലോകത്തിൽ ഏറ്റവും അപകടകരമായ കാര്യം വിഡ്ഢിത്തമാണ്. വിഡ്ഢിയായ മനുഷ്യൻ സ്വന്തം ജീവിതം നശിപ്പിക്കുക മാത്രമല്ല, തന്നോടൊപ്പമുള്ളവരെയും നശിപ്പിക്കുന്നു. എന്നാൽ ബുദ്ധിമാനായ വ്യക്തിയുടെ കാര്യം വ്യത്യസ്തമാണ്. അവന്റെ ചിന്തകൾ വാൾത്തലപ്പ് പോലെ മൂർച്ചയുള്ളതും അവന്റെ വിവേകം പർവ്വതം പോലെ ഉറച്ചതുമായിരിക്കും. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ 12 ലക്ഷണങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ ലോകം എന്തു തന്നെ പറഞ്ഞാലും വിജയം നിങ്ങളുടേത് മാത്രമായിരിക്കും. എന്നാൽ ഈ ലക്ഷണങ്ങൾ നിങ്ങളിലില്ലെങ്കിൽ എത്ര പണമോ പ്രശസ്തിയോ ശക്തിയോ ഉണ്ടായാലും ഒരുനാൾ അതെല്ലാം വെറും ചാരമായി മാറും. അതുകൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കുക. കാരണം ചാണക്യൻ പറയുന്നു, ബുദ്ധിമാനാണ് സ്വന്തം വിധി നിർണയിക്കുന്നത്, ബാക്കിയുള്ളവർ പരാതിപ്പെട്ടുകൊണ്ട് ജീവിതം തീർക്കുന്നു. ഒന്നാമത്തെ ലക്ഷണം, സത്യത്തെ തിരിച്ചറിയാനുള്ള കഴിവ്. ചാണക്യനീതിയിൽ പറയുന്നു, കാലത്തിനു പോലും മായ്ക്കാൻ കഴിയാത്തതാണ് സത്യം. ഒരു ബുദ്ധിമാൻ കള്ളങ്ങൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന സത്യത്തെ പെട്ടെന്ന് തിരിച്ചറിയും. ആരെങ്കിലും അവരെ പറ്റിക്കാൻ നോക്കിയാൽ ആ നുണയുടെ തിരശ്ശീലയ്ക്ക് പിന്നിലെ സത്യം അവർക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന്, ഒരിക്കൽ ഒരാൾ ചാണക്യനോട് ചോദിച്ചു, താങ്കൾ എങ്ങനെയാണ് ഇത്രയധികം ഗൂഢാലോചനകളും കള്ളങ്ങളും തിരിച്ചറിയുന്നത്? ചാണക്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നുണയ്ക്ക് ആയുസ് കുറവാണ്. കാലത്തിന്റെ പരീക്ഷണത്തിൽ നിലനിൽക്കാത്തതെല്ലാം കള്ളമാണ്. അതായത് ബുദ്ധിമാൻ ചെവികൊണ്ട് മാത്രമല്ല കേൾക്കുന്നത്, കണ്ണുകൾ കൊണ്ട് വായിക്കുകയും ഹൃദയം കൊണ്ട് പരിശോധിക്കുകയും ചെയ്യുന്നു. ജീവിതത്തിൽ ഇത് പകർത്തു. കേട്ട പാതി കേൾക്കാത്ത പാതി ഒന്നിനെയും വിശ്വസിക്കരുത്. കാര്യങ്ങൾ നിരീക്ഷിക്കുക, യുക്തിപൂർവം ചിന്തിക്കുക, എന്നിട്ട് മാത്രം തീരുമാനമെടുക്കുക. കേട്ടുകേൾവികളുടെ പുറകെ പോകുന്നവനാണ് വിഡ്ഢി. രണ്ടാമത്തെ ലക്ഷണം, ക്ഷമയും സംയമനവും. ചാണക്യൻ പറയുന്നു, ക്ഷമയാണ് ഏറ്റവും വലിയ ശക്തി. ബുദ്ധിമാൻ ഒരിക്കലും എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കില്ല. വിഡ്ഢികൾ ദേഷ്യത്തിൽ എടുത്തുചാടുമ്പോൾ ബുദ്ധിമാൻ ശാന്തമായി ചിന്തിക്കുന്നു. ശ്രദ്ധിക്കൂ, ചന്ദ്രഗുപ്തൻ യുവാവായിരുന്നപ്പോൾ ശത്രുക്കൾ അദ്ദേഹത്തെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചു. ആക്രമിക്കൂ എന്ന് സൈനികർ വിളിച്ചു പറഞ്ഞു. എന്നാൽ ചാണക്യൻ തടഞ്ഞു. അദ്ദേഹം പറഞ്ഞു, യുദ്ധം ജയിക്കുന്നത് വാളുകൊണ്ടല്ല, ബുദ്ധികൊണ്ടാണ്. കാത്തിരിക്കൂ. ശരിയായ സമയം വന്നപ്പോൾ രക്തം ചിന്താതെ തന്നെ അവർ ശത്രുവിനെ തോൽപ്പിച്ചു. ജീവിതത്തിൽ ഇത് പകർത്തു. ബുദ്ധിമാൻ പെട്ടെന്ന് പ്രതികരിക്കില്ല. ആദ്യം സാഹചര്യത്തെ ആഴത്തിൽ വിശകലനം ചെയ്യും. ക്ഷമയോടെയുള്ള തീരുമാനങ്ങളാണ് കൃത്യമായിരിക്കുക. അതാണ് അവനെ മുന്നിലെത്തിക്കുന്നത്. മൂന്നാമത്തെ ലക്ഷണം, മൗനത്തിന്റെ ശക്തി. ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, മൗനം ഏറ്റവും വലിയ ആയുധമാണ്. ബുദ്ധിമാൻ എല്ലായിടത്തും വാ തുറക്കില്ല. മറ്റുള്ളവർ ബഹളം വയ്ക്കുമ്പോൾ അവൻ നിശബ്ദനായിരുന്ന് കാര്യങ്ങൾ പഠിക്കുകയും ശരിയായ സമയത്ത് മറുപടി നൽകുകയും ചെയ്യുന്നു. ചിന്തിച്ചു നോക്കൂ, ആവശ്യത്തിലധികം സംസാരിക്കുന്നതുകൊണ്ട് എത്രയോ പ്രശ്നങ്ങളുണ്ടാകുന്നു. വാക്കുകൾക്ക് വാളിനേക്കാൾ ആഴത്തിൽ മുറിവേൽപ്പിക്കാൻ കഴിയുമെന്ന് ബുദ്ധിമാൻ അറിയാം. ജീവിതത്തിൽ ഇത് പകർത്തു. വികാരങ്ങൾ നിയന്ത്രണാതീതമാകുമ്പോൾ മൗനം പാലിക്കുക. അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. എല്ലായിടത്തും സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് ശരിയായ സ്ഥലത്ത് ശരിയായ കാര്യം പറയുന്നതാണ്. നാലാമത്തെ ലക്ഷണം, തെറ്റായ സ്ഥലങ്ങളിൽ നിന്നും തെറ്റായ ആളുകളിൽ നിന്നുമുള്ള അകലം. ചാണക്യനീതിയിൽ വ്യക്തമായി പറയുന്നു, വിഡ്ഢികളുടെ സഹവാസത്തേക്കാൾ വലിയ വിഷമില്ല. തെറ്റായ ആളുകളുടെ കൂട്ടുകെട്ട് തന്റെ ജീവിതം മുഴുവൻ നശിപ്പിക്കുമെന്ന് ബുദ്ധിമാൻ അറിയാം. ഉദാഹരണത്തിന്, ഒരിക്കൽ ഒരാൾ ചാണക്യനോട് ചോദിച്ചു, ഏറ്റവും അപകടകരമായ സ്ഥലം ഏതാണ്? അദ്ദേഹം പറഞ്ഞു, എവിടെയാണോ വിഡ്ഢികൾ കൂട്ടം കൂടി നിൽക്കുന്നത് അതാണ് ആ സ്ഥലം. കാരണം അവിടെ നിന്ന് നാശം മാത്രമേ ഉണ്ടാകൂ. ജീവിതത്തിൽ ഇത് പകർത്തു. തെറ്റായ സൗഹൃദങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക. അതെത്ര ആകർഷകമായി തോന്നിയാലും തന്റെ ഭാവിയെ നശിപ്പിക്കാൻ ആർക്കാണ് കഴിയുക എന്ന് തിരിച്ചറിയുന്നവനാണ് ബുദ്ധിമാൻ. ഇതുവരെ നമ്മൾ കണ്ടത് സത്യം, ക്ഷമ, മൗനം, അകലം എന്നിവയെക്കുറിച്ചാണ്. എന്നാൽ ഇനി പറയാൻ പോകുന്നത് നിങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും പിടിച്ചുലയ്ക്കുന്ന കാര്യങ്ങളാണ്. കാരണം അടുത്ത ലക്ഷണം ഒരു സാധാരണ മനുഷ്യനെ അസാധാരണനാക്കുന്ന ഒന്നാണ്. ചിലർ മിണ്ടാതെ തന്നെ മറ്റുള്ളവരിൽ സ്വാധീനം ചെലുത്തുന്നത് എങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവരുടെ സാന്നിധ്യം തന്നെ അന്തരീക്ഷം മാറ്റുന്നു. ഇതാണ് സാധാരണക്കാരനും ബുദ്ധിമാനും തമ്മിലുള്ള വ്യത്യാസം. അഞ്ചാമത്തെ ലക്ഷണം, ആത്മനിയന്ത്രണം. ചാണക്യനീതി പറയുന്നു, സ്വന്തം ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ ലോകത്തെ മുഴുവൻ ജയിച്ചു. പണവും പദവിയും ഉണ്ടായിട്ടും എത്രയോ പേർ നശിച്ചു പോകുന്നു. ഒരേയൊരു കാരണം, അവർക്ക് സ്വന്തം മേൽ നിയന്ത്രണമില്ലാത്തതുകൊണ്ടാണ്. അത്യാഗ്രഹം, കാമം, ദേഷ്യം എന്നിവയാണ് അവരുടെ നാശത്തിന് കാരണം. ഈ പാഠം ശ്രദ്ധിക്കൂ. ഒരു രാജാവിന് ഒത്തിരി സമ്പത്തും സൈന്യവും ഉണ്ടായിരുന്നു. എന്നാൽ സ്വന്തം ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹം നശിച്ചു. സുഖലോലുപതയിൽ മുങ്ങിപ്പോയതുകൊണ്ട് രാജ്യം കൈവിട്ടുപോയി. ചാണക്യൻ ഇതിനെക്കുറിച്ച് പറഞ്ഞു, സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നവന് മാത്രമേ രാജ്യം ഭരിക്കാൻ കഴിയൂ. ജീവിതത്തിൽ ഇത് പകർത്തു. ബുദ്ധിമാൻ ഭക്ഷണം, സംസാരം, ദേഷ്യം, ആഗ്രഹങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്നു. സ്വന്തം മനസ്സിനെ ജയിച്ചവനെ തോൽപ്പിക്കാൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ലെന്ന് അവനറിയാം. ആറാമത്തെ ലക്ഷണം, അറിവിനും പഠനത്തിനുമുള്ള ദാഹം. ചാണക്യൻ പറയുന്നു, വിദ്യയാണ് യഥാർത്ഥ സമ്പത്ത്. വ്യത്യാസം നോക്കൂ.
വിഡ്ഢി കരുതുന്നു തനിക്കെല്ലാം അറിയാമെന്ന്. എന്നാൽ പഠിക്കാൻ അതിരുകളില്ലെന്ന് ബുദ്ധിമാൻ അറിയാം. അതുകൊണ്ടാണ് ഓരോ സാഹചര്യത്തിൽ നിന്നും, ഓരോ വ്യക്തിയിൽ നിന്നും, ഓരോ അനുഭവത്തിൽ നിന്നും അവൻ എന്തെങ്കിലും പഠിക്കുന്നത്. ഉദാഹരണത്തിന്, ചന്ദ്രഗുപ്ത മൗര്യൻ ചാണക്യന്റെ ശിഷ്യനാകുമ്പോൾ വെറുമൊരു സാധാരണ കുട്ടിയായിരുന്നു. എന്നാൽ ചാണക്യൻ അവനിൽ കണ്ട ലക്ഷണം പഠിക്കാനുള്ള ദാഹമായിരുന്നു. അവൻ ഓരോ കാര്യവും ശ്രദ്ധിച്ചു കേൾക്കുകയും മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. ഈ ദാഹമാണ് അവനെ ചക്രവർത്തിയാക്കിയത്. ജീവിതത്തിൽ ഇത് പകർത്തു. എനിക്കെല്ലാം അറിയാം എന്നൊരിക്കലും ചിന്തിക്കരുത്. പുസ്തകങ്ങളിൽ നിന്നും, അനുഭവങ്ങളിൽ നിന്നും, തെറ്റുകളിൽ നിന്നും പഠിക്കുക. ഇന്നലത്തേക്കാൾ മികച്ചവനാകാൻ ഓരോ ദിവസവും ശ്രമിക്കുന്നവനാണ് ബുദ്ധിമാൻ. ഇതുവരെ നമ്മൾ അറിഞ്ഞത് ബുദ്ധിമാൻ സ്വയം നിയന്ത്രിക്കുമെന്നും പഠിച്ചുകൊണ്ടിരിക്കുമെന്നുമാണ്. എന്നാൽ യഥാർത്ഥ കളി ഇനി തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. കാരണം ഇനി പറയാൻ പോകുന്ന ലക്ഷണങ്ങളാണ് ചരിത്രത്തിൽ ഇടം നേടിയവരെ സൃഷ്ടിച്ചത്. ബുദ്ധിയുടെ യഥാർത്ഥ പരീക്ഷണം നടക്കുന്നത് എല്ലാം എളുപ്പമായിരിക്കുമ്പോഴല്ല, മറിച്ച് സാഹചര്യങ്ങൾ നിങ്ങളെ തകർക്കാൻ തുടങ്ങുമ്പോഴാണ്. വിഡ്ഢി കഷ്ടപ്പാടുകളിൽ തകർന്നു പോകുന്നു. എന്നാൽ ഇരുട്ടിലും വഴി കണ്ടെത്തുന്നവനാണ് ബുദ്ധിമാൻ. ഏഴാമത്തെ ലക്ഷണം സമയത്തിന്റെ വില. ചാണക്യൻ പറയുന്നു, സമയത്തേക്കാൾ വലിയ സമ്പത്തില്ല. സമയം നഷ്ടപ്പെടുത്തുന്നവൻ എല്ലാം നഷ്ടപ്പെടുത്തുന്നു. ചിന്തിക്കൂ, 24 മണിക്കൂർ എല്ലാവർക്കും തുല്യമായി ലഭിക്കുന്നു. പിന്നെന്തുകൊണ്ടാണ് ചിലർ മഹാന്മാരാകുകയും ബാക്കിയുള്ളവർ ഒന്നുമല്ലാതായി പോവുകയും ചെയ്യുന്നത്? കാരണം ബുദ്ധിമാൻ സമയം ഏറ്റവും വിലപ്പെട്ട സമ്പത്തായി ഉപയോഗിക്കുന്നു. ഇതൊന്നു കേൾക്കൂ. ചന്ദ്രഗുപ്തനോട് ചാണക്യൻ പറഞ്ഞു, നീ സമയം പാഴാക്കിയാൽ ശത്രുവിന് നിന്നെ തോൽപ്പിക്കാനുള്ള അവസരം ലഭിക്കും. ഓരോ നിമിഷവും രാജ്യത്തിന്റെ പുരോഗതിക്കായി ഉപയോഗിക്കുന്ന രീതിയിൽ ചന്ദ്രഗുപ്തൻ തന്റെ ദിനചര്യ മാറ്റി. ഫലമോ ഒരു സാധാരണ കുട്ടിച്ചരിത്രത്തിലെ വലിയ ചക്രവർത്തിയായി. ജീവിതത്തിൽ ഇത് പകർത്തു. അലസതയിൽ നിന്ന് അകന്നു നിൽക്കുക, കാരണം അത് സമയത്തെ മോഷ്ടിക്കുന്ന കള്ളനാണ്. ഓരോ ദിവസവും ലക്ഷ്യം നിശ്ചയിക്കുക. സമയത്തെ തിരിച്ചറിയുന്നവന് അസാധ്യമായതും സാധ്യമായി മാറും. എട്ടാമത്തെ ലക്ഷണം ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്. ചാണക്യനീതി പറയുന്നു, ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുക്കുന്നതാണ് ബുദ്ധിയുടെ ലക്ഷണം. വ്യത്യാസം നോക്കൂ. വിഡ്ഢി എല്ലാ സാഹചര്യത്തിലും മറ്റുള്ളവരെ അനുകരിക്കുന്നു. എന്നാൽ ബുദ്ധിമാൻ സാഹചര്യം വിശകലനം ചെയ്ത് സ്വന്തം തീരുമാനമെടുക്കുന്നു. ഉദാഹരണത്തിന്, യുദ്ധസമയത്ത് സേനാധിപന്മാർ പലപ്പോഴും എടുത്തുചാടി തീരുമാനമെടുത്തിരുന്നു. എന്നാൽ ചാണക്യൻ പറയുമായിരുന്നു, ഇന്ന് മാത്രമല്ല, വരാനിരിക്കുന്ന നാളെയെക്കൂടി സുരക്ഷിതമാക്കുന്ന തീരുമാനങ്ങൾ എടുക്കൂ. അതായത് അദ്ദേഹത്തിന്റെ ഓരോ തീരുമാനവും ഭാവിയെക്കൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു. തെറ്റായ തീരുമാനം ആ നിമിഷത്തെ മാത്രമല്ല, ജീവിതത്തെ മുഴുവൻ ബാധിക്കും. ജീവിതത്തിൽ ഇത് പകർത്തു. ഒരു തീരുമാനം എടുക്കുന്നതിനു മുൻപ് 3 കാര്യങ്ങൾ ചിന്തിക്കുക. ഇത് ശരിയാണോ? ഇത് ഉപകരിക്കുമോ? ഇത് ഭാവിയിൽ ദോഷം ചെയ്യുമോ? എടുത്തു ചാടരുത്, എന്നാൽ അവസരം നഷ്ടപ്പെടുന്ന രീതിയിൽ അധികം ചിന്തിക്കുകയും അരുത്. ഹൃദയത്തിന്റെയും തലച്ചോറിന്റെയും സന്തുലിതാവസ്ഥയിൽ തീരുമാനമെടുക്കുന്നവനാണ് ബുദ്ധിമാൻ. ബുദ്ധിമാൻ സമയത്തിന് വില കൽപ്പിക്കുന്നുവെന്നും ശരിയായ തീരുമാനങ്ങൾ എടുക്കുമെന്നും നമ്മൾ കണ്ടു. എന്നാൽ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഇനി വരാൻ പോകുന്ന ലക്ഷണങ്ങൾ ഒരു മനുഷ്യന്റെ തിരിച്ചറിയൽ തന്നെ മാറ്റിമറിക്കാൻ പോന്നതാണ്. ബുദ്ധിമാൻ തന്റെ ചിന്തകളാലും കർമ്മങ്ങളാലും ലോകത്തിന് എങ്ങനെ വെളിച്ചം നൽകുന്നു എന്ന് നിങ്ങൾക്കിനി അറിയാം. ആയുധമുള്ളവനല്ല ലോകത്തിലെ ഏറ്റവും അപകടകാരി, മറിച്ച് വ്യക്തമായ ചിന്തയും ശരിയായ കാഴ്ചപ്പാടും ഉള്ളവനാണ്. വിഡ്ഢി കണ്ണുണ്ടായിട്ടും അന്ധനായിരിക്കും, എന്നാൽ ബുദ്ധിമാൻ മനസ്സിന്റെ കണ്ണുകൊണ്ട് മറ്റാർക്കും കാണാൻ കഴിയാത്തത് കാണുന്നു. 9ാമത്തെ ലക്ഷണം ആഴത്തിലുള്ള ധാരണയും ദീർഘവീക്ഷണവും. ചാണക്യൻ പറയുന്നു, വർത്തമാനകാലം കണ്ട് ഭാവിയെ മനസ്സിലാക്കുന്നവനാണ് ബുദ്ധിമാൻ. ചിന്തിക്കൂ, പലരും ഇന്നത്തെ ദിവസം മാത്രമേ കാണുന്നുള്ളൂ. ഇന്നത്തെ സുഖം, ഇന്നത്തെ സൗകര്യം, ഇന്നത്തെ ജയം. എന്നാൽ ബുദ്ധിമാൻ ഇന്നത്തെ ദിവസത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന നാളെയെ കാണുന്നു. ചന്ദ്രഗുപ്തൻ ഒരിക്കൽ ചോദിച്ചു, ആചാര്യ, യുദ്ധം തുടങ്ങുന്നതിനു മുൻപേ അങ്ങ് എങ്ങനെയാണ് ഫലം പ്രവചിക്കുന്നത്? ചാണക്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ വാളിനെ മാത്രമല്ല കാണുന്നത്, അതിന് പിന്നിൽ നിൽക്കുന്ന മനുഷ്യന്റെ ക്ഷമയെയാണ് ഞാൻ കാണുന്നത്. ഞാൻ സൈന്യത്തിന്റെ എണ്ണത്തെ മാത്രമല്ല, അവരുടെ തയ്യാറെടുപ്പും മനോവീര്യവുമാണ് കാണുന്നത്. ഇതെല്ലാം കാണുന്നവന് ഭാവി ഒരു രഹസ്യമല്ല. ശ്രദ്ധിക്കൂ, അലക്സാണ്ടർ ഇന്ത്യയിൽ വന്നപ്പോൾ പല രാജാക്കന്മാരും കരുതി അദ്ദേഹത്തോട് യുദ്ധം ചെയ്യാൻ കഴിയില്ലെന്ന്. എന്നാൽ ചാണക്യൻ കണ്ടത് അലക്സാണ്ടറുടെ സൈനികർ ക്ഷീണിതരാണെന്നും കാലാവസ്ഥയെക്കുറിച്ച് അറിവില്ലാത്തവരാണെന്നും നീണ്ട യാത്ര അവരുടെ മനോധൈര്യം തകർത്തെന്നുമാണ്. അവരുടെ ശക്തി പുറമെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ദീർഘവീക്ഷണമാണ് ഇന്ത്യയെ ഉണർത്തിയത്. ജീവിതത്തിൽ ഇത് പകർത്തു. എല്ലാ സാഹചര്യത്തിലും ഉപരിപ്ലവമായി കാണാതെ ആഴത്തിൽ നോക്കുക. പെട്ടെന്നുള്ള ലാഭത്തേക്കാൾ ദീർഘകാല ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. വിഡ്ഢി ഇന്നത്തെ രുചിയിൽ മയങ്ങുമ്പോൾ ബുദ്ധിമാൻ നാളെയുടെ അടിത്തറ പണിയുന്നു. 10ാമത്തെ ലക്ഷണം ആത്മസംയമനം. ചാണക്യനീതി പറയുന്നു, സ്വന്തം ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ തന്നെയാണ് യഥാർത്ഥ വിജയി. എത്രയോ പേർ ദേഷ്യം വന്ന് സ്വന്തം വീട് നശിപ്പിക്കുന്നു. എത്രയോ പേർ അത്യാഗ്രഹം മൂലം സ്വന്തം ബഹുമാനം കളയുന്നു. എത്രയോ പേർ കാമത്തിലോ ഭോഗത്തിലോ മുങ്ങി ജീവിതം പാഴാക്കുന്നു.
ഒരിക്കൽ ചന്ദ്രഗുപ്തൻ ദേഷ്യത്തിൽ ഒരു സൈനികന് കഠിനമായ ശിക്ഷ നൽകാൻ തീരുമാനിച്ചു. ചാണക്യൻ ഉടനെ തടഞ്ഞു. രാജാവിന്റെ കോപം രാജ്യം മുഴുവൻ കത്തിച്ചാമ്പലാക്കും. കോപത്തെ തന്റെ കൈപ്പിടിയിൽ ഒതുക്കുന്നവനാണ് ബുദ്ധിമാൻ. ഒരു നിമിഷത്തെ ദേഷ്യം കൊണ്ട് സാമ്രാജ്യം നഷ്ടപ്പെട്ട രാജാക്കന്മാർ ചരിത്രത്തിലുണ്ട്. എന്നാൽ മനസ്സിനെ മെരുക്കിയവർ മഹാന്മാരായി. ജീവിതത്തിൽ ഇത് പകർത്തു. ദേഷ്യം വരുമ്പോൾ മൗനത്തെ ആയുധമാക്കുക. അത്യാഗ്രഹം വരുമ്പോൾ സംയമനത്തെ കവചമാക്കുക. സംശയം വരുമ്പോൾ ക്ഷമയെ കൂട്ടുകാരാക്കുക. ഓർക്കുക, 1000 യുദ്ധങ്ങൾ ജയിച്ചവനും തോൽക്കാം, എന്നാൽ സ്വയം ജയിച്ചവനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. ബുദ്ധിമാന്റെ ദീർഘവീക്ഷണവും ആത്മസംയമനവും നമ്മൾ കണ്ടു. എന്നാൽ ഇനിയും ബാക്കിയുണ്ട്. അടുത്ത ലക്ഷണങ്ങൾ ബുദ്ധിയെ മാത്രമല്ല, മനുഷ്യന്റെ ആത്മീയ ഉയർച്ചയെക്കൂടി കാണിക്കുന്നതാണ്. ആൾക്കൂട്ടത്തിൽ നിന്നും ഒരു മനുഷ്യനെ ഉയർത്തി ലോകത്തിന് മാതൃകയാക്കുന്നത് എന്താണെന്ന് ഇനി അറിയാം. ഒരു മനുഷ്യന്റെ യഥാർത്ഥ തിരിച്ചറിയൽ വാക്കുകളിലൂടെയല്ല, അവന്റെ കർമ്മങ്ങളിലൂടെയാണ്. വിഡ്ഢി എത്ര സംസാരിച്ചാലും ആളുകൾ അവനെ വേഗം മറക്കും. എന്നാൽ ബുദ്ധിമാനൊന്നും പറയാതെ തന്നെ ജനങ്ങളുടെ മനസ്സിൽ അനശ്വരനായി മാറുന്നു. 11ാമത്തെ ലക്ഷണം വിനയവും ലാളിത്യവും. ചാണക്യൻ പറയുന്നു, എത്രത്തോളം മഹാനാണോ അത്രത്തോളം വിനയമുള്ളവനായിരിക്കും. ചിന്തിക്കൂ, മരം വളരുംതോറും അതിന്റെ വേരുകൾ ആഴത്തിൽ പോകും. അതുപോലെ അറിവ് കൂടുംതോറും ബുദ്ധിമാൻ വിനയമുള്ളവനാകും. ഒരിക്കൽ ചന്ദ്രഗുപ്തൻ രാജ്യസഭയിൽ അഹങ്കാരത്തോടെ പറഞ്ഞു, ആചാര്യ, ഇപ്പോൾ എല്ലാവരും എന്നെ മഹാൻ എന്ന് വിളിക്കുന്നു. ചാണക്യൻ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി, എല്ലാവരുടെയും തലയിൽ കയറിയിരിക്കുന്നവനല്ല മഹാൻ, മറിച്ച് എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുന്നവനാണ് മഹാൻ. ഓർക്കുക, അഹങ്കാരം രാജാക്കന്മാരെ വീഴ്ത്തും, എന്നാൽ വിനയം സാധാരണക്കാരെ രാജാവാക്കും. അഹങ്കരിച്ച രാജാക്കന്മാരുടെ സാമ്രാജ്യങ്ങൾ നശിച്ചുപോയി. എന്നാൽ വിനയമുള്ളവർ ഇന്നും ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു. ഹരിശ്ചന്ദ്രനും മഹാത്മാഗാന്ധിയും അവരുടെ പദവി കൊണ്ടല്ല, വിനയം കൊണ്ടാണ് മഹാന്മാരായത്. ജീവിതത്തിൽ ഇത് പകർത്തു. അറിവിലോ നേട്ടങ്ങളിലോ ഒരിക്കലും അഹങ്കരിക്കരുത്. വിനയം നിങ്ങളെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനാക്കും. എത്ര ഉയരത്തിലാണോ അത്രയും ലാളിത്യമുള്ളവനാകണം ബുദ്ധിമാൻ. 11ാമത്തെ ലക്ഷണം എന്നും പഠിച്ചുകൊണ്ടിരിക്കുക. ചാണക്യനീതി പറയുന്നു, മോഷ്ടിക്കാൻ കഴിയാത്തതും തീയിൽ വെന്തുപോകാത്തതും പങ്കുവയ്ക്കുമ്പോൾ കൂടുന്നതുമായ സമ്പത്താണ് വിദ്യ. എനിക്കെല്ലാം അറിയാം എന്ന് വിഡ്ഢി ചിന്തിക്കുന്നു. എന്നാൽ ഇനിയും ഒരുപാട് പഠിക്കാനുണ്ടെന്ന് ബുദ്ധിമാൻ അറിയാം. ഒരിക്കൽ ചന്ദ്രഗുപ്തൻ പറഞ്ഞു, ആചാര്യ, ഞാൻ യുദ്ധമുറകളും രാഷ്ട്രീയവും ഭരണവും എല്ലാം പഠിച്ചു കഴിഞ്ഞു. ചാണക്യൻ ഗൗരവത്തിൽ പറഞ്ഞു, എല്ലാം അറിഞ്ഞു എന്ന് മനുഷ്യനെന്ന് ചിന്തിക്കുന്നുവോ, അന്ന് അവന്റെ വീഴ്ച തുടങ്ങുന്നു. ഓരോ ദിവസവും പുതിയൊരു പാഠശാലയായി കാണുന്നവനാണ് ബുദ്ധിമാൻ. ഓരോ തെറ്റും പുതിയ അധ്യാപകനും ഓരോ അനുഭവവും പുതിയ പാഠവുമാണ്. മഹാനായ ശാസ്ത്രജ്ഞൻ ഐൻസ്റ്റീനോട് ചോദിച്ചു, താങ്കൾ സ്വയം ബുദ്ധിമാനാണെന്ന് കരുതുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല, കടൽത്തീരത്തുനിന്ന് മണൽത്തരികൾ പെറുക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ. വിജ്ഞാനത്തിന്റെ സമുദ്രം എന്റെ മുന്നിൽ ഇപ്പോഴും അനന്തമാണ്. ഇതാണ് ബുദ്ധിയുടെ യഥാർത്ഥ രൂപം. പഠിച്ചുകൊണ്ടിരിക്കുക. ജീവിതത്തിൽ ഇത് പകർത്തു. ദിവസവും പുതിയതെന്തെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക. തെറ്റുകളിൽ നിന്ന് പഠിക്കുക, അവ മറച്ചുവെക്കരുത്. പഠനം അവസാനിപ്പിച്ചാൽ ജീവിതം അവസാനിച്ചു. സുഹൃത്തുക്കളെ, ബുദ്ധിമാനായ വ്യക്തിയുടെ 12 ലക്ഷണങ്ങൾ നിങ്ങൾ അറിഞ്ഞുകഴിഞ്ഞു. വിവേകം, ക്ഷമ, ബുദ്ധിശക്തി, ദീർഘവീക്ഷണം, ആത്മസംയമനം, വിനയം, പഠിക്കാനുള്ള മനസ്സ്. ഇതിൽ ഒരു ലക്ഷണമെങ്കിലും ജീവിതത്തിൽ പകർത്തിയാൽ സാധാരണക്കാരിൽ നിന്ന് നിങ്ങൾക്ക് വേറിട്ട് നിൽക്കാം. ഓർക്കുക, ബുദ്ധിപുസ്തകങ്ങളിൽ നിന്നല്ല, ജീവിതം ജീവിക്കുന്ന രീതിയിൽ നിന്നാണ് ലഭിക്കുന്നത്. ചാണക്യനീതി നമ്മെ പഠിപ്പിക്കുന്നതും അതാണ്. ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാൻ കഴിഞ്ഞെങ്കിൽ ഹൃദയത്തിൽ തട്ടി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാണക്യ വിവേക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. കാരണം നിങ്ങളുടെ ചിന്തയെയും ജീവിതത്തെയും മാറ്റിമറിക്കുന്ന ചാണക്യന്റെ അമൂല്യമായ ജീവിതമന്ത്രങ്ങൾ ഞങ്ങൾ ഇനിയും നൽകിക്കൊണ്ടിരിക്കും. ശ്രദ്ധിക്കൂ, സത്യം എപ്പോഴും മധുരമുള്ളതാകില്ല. സത്യം പലപ്പോഴും വിഷം പോലെ തോന്നും. എന്നാൽ ആ വിഷം കുടിക്കുന്നവനെ അമൃത് നേടൂ. ഞാൻ നിങ്ങളോട് മധുരമുള്ള വാക്കുകൾ പറയാൻ വന്നതല്ല, കൈപ്പേറിയ സത്യങ്ങൾ പറയാനാണ് വന്നത്. കാരണം അതാണ് നിങ്ങളെ ഉണർത്തുക. ചാണക്യൻ പറയുന്നു, അലസത എന്ന സത്യം. ദാരിദ്ര്യത്തിന്റെ ഏറ്റവും വലിയ കാരണം വിധിയല്ല, അലസതയാണ്. ഗ്രാമത്തിലെ പാവപ്പെട്ട കർഷകൻ ചിന്തിക്കുന്നു, എനിക്ക് കുറച്ച് സ്ഥലമേയുള്ളൂ, ദൈവം എന്റെ വിധിയിൽ ഇത്രയേ എഴുതിയിട്ടുള്ളൂ. നഗരത്തിലെ തൊഴിലാളി ചിന്തിക്കുന്നു, എനിക്ക് ദിവസം മുഴുവൻ പണിയെടുക്കണം, ഇതിനപ്പുറം വളരാൻ കഴിയില്ല. വിദ്യാപ്പൊപ്പമുള്ളവർ ചിന്തിക്കുന്നു, എനിക്ക് നല്ല അവസരങ്ങൾ കിട്ടിയില്ല. എന്നാൽ യഥാർത്ഥ സത്യം, അവസരങ്ങൾ എല്ലാവർക്കും ലഭിക്കുന്നുണ്ട് എന്നതാണ്. വ്യത്യാസം ഇത്രമാത്രം. ബുദ്ധിമാൻ അതിനെ തിരിച്ചറിയുന്നു, വിഡ്ഢി ഉറങ്ങി അത് കളയുന്നു. ഓർക്കുക, രാവിലെ വൈകി എഴുന്നേൽക്കുന്നവന്റെ കയ്യിൽ നിന്ന് പ്രഭാതത്തിന്റെ സ്വർണം നഷ്ടപ്പെടുന്നു. അലസനായ മനുഷ്യൻ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരുടെ ബാക്കിപത്രങ്ങൾക്കായി കാത്തിരിക്കുന്നു.
ചാണക്യ വിവേകിന്റെ സന്ദേശം: അലസത ഉപേക്ഷിക്കൂ. സമയത്തെ പിടിച്ചു നിർത്തൂ. ദാരിദ്ര്യം വിധിയിൽ നിന്നല്ല, ശീലങ്ങളിൽ നിന്നാണ് വരുന്നത്. ചാണക്യൻ പറയുന്നു, കൂട്ടുകെട്ട് എന്ന സത്യം. എന്തുകൊണ്ട് ഗ്രാമത്തിലെ എത്രയോ ആൺകുട്ടികൾ നഗരത്തിൽ പോയി വഴിതെറ്റുന്നു? എന്തുകൊണ്ട് നല്ല തറവാട്ടിലെ മകൻ കുറ്റവാളിയാകുന്നു? എന്തുകൊണ്ട് പഠിപ്പുള്ള യുവാവ് മദ്യപാനിയും ചൂതാട്ടക്കാരനും ആകുന്നു? കാരണം ഒന്നുമാത്രം: തെറ്റായ കൂട്ടുകെട്ട്. വിഡ്ഢിയുടെ സഹവാസം വിഷത്തേക്കാൾ അപകടമാണ്. വിഷം ശരീരത്തെ മാത്രമേ കൊല്ലൂ, എന്നാൽ വിഡ്ഢിയുടെ കൂട്ടുകെട്ട് ആത്മാവിനെ നശിപ്പിക്കുന്നു. എവിടെയിരിക്കണമെന്നും ആരിൽ നിന്ന് അകലം പാലിക്കണമെന്നും തിരിച്ചറിയുന്നവനാണ് ബുദ്ധിമാൻ. നിങ്ങൾക്ക് നാശം കാണണമെന്നുണ്ടെങ്കിൽ വിഡ്ഢികളുടെ കൂടെ നടക്കുക. ഉന്നതിയാണ് വേണ്ടതെങ്കിൽ ജ്ഞാനികളുടെയും കഠിനാധ്വാനികളുടെയും കൂടെ നടക്കുക. ചാണക്യ വിവേകിന്റെ സന്ദേശം: സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിക്കുക. നിങ്ങളുടെ ഭാവി പ്രകാശപൂരിതമാണോ അതോ ഇരുളടഞ്ഞതാണോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ കൂട്ടുകെട്ടാണ്. ചാണക്യൻ പറയുന്നു, കോപത്തിന്റെയും കാമത്തിന്റെയും സത്യം. പാവപ്പെട്ടവനായാലും പണക്കാരനായാലും രാജാവായാലും പ്രജയായാലും സ്വന്തം കോപത്തെയും കാമത്തെയും നിയന്ത്രിക്കാത്തവന്റെ പതനം ഉറപ്പാണ്. എത്രയോ വീടുകൾ കോപം കൊണ്ട് തകർന്നു. എത്രയോ സ്ത്രീകൾ വിധവകളായി. എത്രയോ കുട്ടികൾ അനാഥരായി. ആരെങ്കിലും ഒരാൾ ദേഷ്യത്തിലെടുത്ത തെറ്റായ തീരുമാനം കൊണ്ട് മാത്രം. അതുപോലെ കാമം, അത് മനുഷ്യനെ അന്ധനാക്കുന്നു. അവൻ ബഹുമാനം വിൽക്കുന്നു, പണം കളയുന്നു, ഒടുവിൽ സ്വയം നഷ്ടപ്പെടുത്തുന്നു. ചാണക്യ വിവേകിന്റെ സന്ദേശം: ഉള്ളിലെ തീയെ നിയന്ത്രിക്കുന്നവനാണ് ബുദ്ധിമാൻ. കോപത്തെ മൗനം കൊണ്ടും കാമത്തെ സംയമനം കൊണ്ടും തോൽപ്പിക്കുക. ചാണക്യൻ പറയുന്നു, സത്യത്തെ നേരിടുക. മധുരമുള്ള നുണകൾ ജീവിതം എളുപ്പമാക്കുമെന്ന് ആളുകൾ കരുതുന്നു. എന്നാൽ നുണകൾ ജീവിതത്തെ പൊള്ളയാക്കുമെന്ന് ഞാൻ പറയുന്നു. പാവപ്പെട്ടവൻ പറയും, ദൈവം ഇങ്ങനെയേ വിധിച്ചിട്ടുള്ളൂ. യുവാവ് പറയും, എന്റെ വിധി മോശമാണ്. എന്നാൽ സത്യമെന്തെന്നാൽ ദൈവം നിങ്ങളെ അലസനാക്കിയിട്ടില്ല, വിധി നിങ്ങളെ തോൽപ്പിച്ചിട്ടില്ല. നിങ്ങളുടെ തെറ്റായ ശീലങ്ങളും തീരുമാനങ്ങളുമാണ് നിങ്ങളുടെ പരാജയത്തിന് കാരണം. ചാണക്യവിവേകിന്റെ സന്ദേശം: സത്യത്തിൽ നിന്ന് ഒളിച്ചോടിയാൽ ജീവിതകാലം മുഴുവൻ കരയേണ്ടിവരും. സത്യത്തെ നേരിട്ടാൽ ലോകം നിങ്ങളുടെ മുന്നിൽ തലകുനിക്കും. ചാണക്യൻ പറയുന്നു, ധനത്തിന്റെയും അത്യാഗ്രഹത്തിന്റെയും സത്യം. പണം മോശമല്ല. പണം മനുഷ്യന് ശക്തിയും ബഹുമാനവും സമൂഹത്തിൽ സ്ഥാനവും നൽകുന്നു. എന്നാൽ അത്യാഗ്രഹം മനുഷ്യനെ നശിപ്പിക്കുന്നു. അത്യാഗ്രഹി ഒരിക്കലും സംതൃപ്തനാകില്ല. സ്വർണമുണ്ടെങ്കിൽ അവൻ കൂടുതൽ ആഗ്രഹിക്കും. രാജ്യം കിട്ടിയാൽ അവൻ അതിലും വലുത് ആഗ്രഹിക്കും. ഈ ആഗ്രഹത്തിൽ അവൻ ഉള്ളതെല്ലാം ഒരുനാൾ നഷ്ടപ്പെടുത്തും. ചാണക്യവിവേകിന്റെ സന്ദേശം: പണം സമ്പാദിക്കുക, പക്ഷേ സത്യസന്ധമായി. പണത്തെ ഉപയോഗിക്കുക, അതിന്റെ അടിമയാകരുത്. ചാണക്യൻ പറയുന്നു, മൗനത്തിന്റെയും സംസാരത്തിന്റെയും സത്യം. വിഡ്ഢി എല്ലായിടത്തും സംസാരിക്കുന്നു. ബുദ്ധിമാൻ എല്ലായിടത്തും മൗനം പാലിക്കുന്നു. കാരണം എല്ലായിടത്തും സംസാരിക്കുന്നവൻ സ്വന്തം രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നു. നഗരത്തിലുള്ളവൻ തന്റെ വളർച്ചയെപ്പറ്റി എല്ലാവരോടും പറയുന്നു. ഗ്രാമത്തിലുള്ളവൻ തന്റെ കൃഷിയെപ്പറ്റിയും സമ്പാദ്യത്തെപ്പറ്റിയും എല്ലാവരോടും പറയുന്നു. ഫലമോ ശത്രു ആ അറിവുപയോഗിച്ച് അവനെ തകർക്കുന്നു. ചാണക്യവിവേകിന്റെ സന്ദേശം: എല്ലായിടത്തും സംസാരിക്കരുത്. മൗനത്തെ ആയുധമാക്കുക. ആവശ്യമുള്ളത് മാത്രം പറയുക. അവസാനത്തെ കർശനമായ മുന്നറിയിപ്പ്: ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങൾ വെറുതെ കേൾക്കുകയും ജീവിതത്തിൽ പകർത്താതിരിക്കുകയും ചെയ്താൽ ഈ അറിവ് നിങ്ങളെ രക്ഷിക്കില്ല. കേൾക്കാൻ എളുപ്പമാണ്, മാറാൻ പ്രയാസമാണ്. നിങ്ങൾ മാറണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഗ്രാമത്തിലെ പാവപ്പെട്ടവനായാലും നഗരത്തിലെ പണക്കാരനായാലും തൊഴിലാളിയായാലും ഉദ്യോഗസ്ഥനായാലും ഓർക്കുക, സ്വന്തം ശീലങ്ങളെ തിരുത്തുന്നവനാണ് ബുദ്ധിമാൻ. ബാക്കിയുള്ളവർ ഒഴിവുകഴിവുകൾ പറഞ്ഞ് ഒടുവിൽ മണ്ണോട് ചേരുന്നു. ശ്രദ്ധിക്കൂ, ഇത്രയും കേട്ടിട്ടും നിങ്ങൾ മിണ്ടാതിരിക്കുകയാണെങ്കിൽ അറിവിന്റെ വാതിൽ നിങ്ങൾക്ക് മുന്നിൽ അടഞ്ഞു തന്നെ കിടക്കും. കേട്ട അറിവ് ജീവിതത്തിൽ പകർത്തുന്നവനെയാണ് ബുദ്ധിമാൻ എന്ന് വിളിക്കുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടുവെങ്കിൽ അത് നിങ്ങളിൽ മാത്രം ഒതുക്കിവെക്കരുത്. ഒരു വിളക്കിന് തനിയെ ഇരുട്ടിനെ മാറ്റാൻ കഴിയില്ല. അതുപോലെ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വിധി മാറില്ല. അതുകൊണ്ട് ഞാൻ ഈ അറിവിനെ സ്വീകരിക്കുന്നു എന്ന് മനസ്സ് പറയുന്നതിനായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വാക്കുകൾ ഈ അറിവിനോട് ചേർക്കാനായി കമന്റ് ചെയ്യുക. ഈ തീ മറ്റൊരാളുടെ ജീവിതത്തിലും വെളിച്ചം വീശാനായി ഷെയർ ചെയ്യുക. ബുദ്ധിയുടെ ഈ യാത്രയിൽ പങ്കുചേരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നാളെ ഇവിടെ ലഭിക്കാൻ പോകുന്ന അറിവ് ഒരുപക്ഷേ നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റിമറിച്ചേക്കാം. ഓർക്കുക, അറിവ് തടഞ്ഞുവെക്കുന്നവൻ വിഡ്ഢിയാണ്. അറിവ് പകർന്നു നൽകുന്നവനാണ് ബുദ്ധിമാൻ. നിങ്ങളുടെ ശീലങ്ങളാണ് നിങ്ങളുടെ ഭാവിയോ പതനമോ തീരുമാനിക്കുന്നത്. വിഡ്ഢി വിലകുറഞ്ഞ ഒഴിവുകഴിവുകൾ കണ്ടെത്തുന്നു. ബുദ്ധിമാൻ വഴി കണ്ടെത്തുന്നു.